ആൽക്കഹോൾ എന്നും കഴിക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. പക്ഷെ ആൾക്കാർ പറയുന്നത് ഞാൻ ഫുൾ ആൽക്കഹോളിക് ആയിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാൻ അങ്ങനെയല്ല, ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കള്ളു കുടിക്കുന്നുള്ളത് സത്യമായിരുന്നു. പക്ഷെ ആരെയും ഉപദ്രവിക്കാതെ ചെയ്യുന്ന സംഭവത്തിനിടയിൽ ദ തിങ് ഇസ് ലൈക്ക് ഐ വാസ് സോ പാഷനേറ്റ് അബൌട്ട് മൂവീസ്. അപ്പം ഞാൻ അതിനുവേണ്ടി ഇപ്പം രാവിലെ 4 മണിക്കാണെങ്കിൽ എഴുന്നേക്കും. ഇപ്പോഴും അങ്ങനെയാണ്, പണ്ടും അങ്ങനെയായിരുന്നു. അഭിനയിക്കാനാണ് ഉണ്ടെങ്കിൽ, അതായത് അടുത്തത് ഷൂട്ടെന്ന് പറഞ്ഞാൽ ഐ ബി വെൽ പ്രിപ്പയർഡ്. ഞാൻ അതിന് പോകും. ഞാൻ അതിനുവേണ്ടി ഒരു ഷൂട്ട് പോലും ഞാൻ കാരണം മാറിയിട്ടില്ല. എൻ്റെ ഈ മരുന്ന് കഴിക്കുന്നത് കൊണ്ടോ ആൽക്കഹോൾ കൊണ്ടോ ഷൂട്ടൊന്നും മാറിയിട്ടില്ല. ബിക്കോസ് സെറ്റിലും ഞാൻ അങ്ങനെ ഒരു, പിന്നെ ഈ ഒരു ഇമോഷണൽ പ്രശ്നങ്ങൾ എനിക്കുണ്ട്. കാര്യം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ റിയാക്ട് ചെയ്യുന്നത് ചിലപ്പോൾ കരഞ്ഞിട്ടൊക്കെ ആയിരിക്കും. സോ അതൊക്കെ ആയിരിക്കും എനിക്ക് ഒരുപാട് നല്ല റോൾസ് കിട്ടാത്തതിന്റെ കാരണം എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് തന്നെ ആവണമെന്നില്ല. ബട്ട് ഐ ഫീൽ ദാറ്റ് കുറച്ചും കൂടെ ഞാൻ ഒരു അവയർനെസ് കൊടുത്തായിരുന്നു അഭിനയിച്ചിരുന്നെങ്കിൽ മേ ബി ഐ വുഡ് ഹാവ് ഗോട്ട് മോർ റോൾസ്. ലൈക്ക് അവരൊക്കെ വിചാരിച്ചത് ഞാൻ വലിയ ഫോക്കസ്ഡ് അല്ലെന്നാ. ആക്ച്വലി ഐ വാസ് ഫോക്കസ്. പക്ഷെ എൻ്റെ ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ നമുക്കറിയില്ലല്ലോ, ആൾക്കാർക്കെല്ലാം മനസ്സിലായി കാണും. സോ മേ ബി അതുകൊണ്ടായിരിക്കും. പക്ഷെ എന്തൊക്കെയോ കൊണ്ട് ഞാൻ കുറേ സിനിമകൾ ചെയ്തു. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഐ ഹാവ് ടു എക്സ്പ്ലോർ എ ലോട്ട്. എനിക്ക് ഒരുപാട് ഇനി ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നാൻ കാര്യം ഐ എം ഔട്ട് ഓഫ് മൈ മെഡിക്കേഷൻസ്. ഫസ്റ്റ് തിങ്, ആൽക്കഹോൾ വാസ് സെക്കൻഡറി. പക്ഷെ മെഡിക്കേഷൻസ് ഞാൻ പറയില്ലേ, ഈ 100 mg ഒക്കെ കഴിക്കുന്ന പറഞ്ഞാൽ ഇറ്റ് വാസ് ടു മച്ച്. ചേച്ചി ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ അത് ഞാൻ അതുകൊണ്ടാണ് ഞാൻ ദേവി എന്നൊരു വീഡിയോ ചെയ്തത്. കാര്യം ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. അപ്പൊ ഞാൻ ആലോചിക്കും, നമ്മളിപ്പോ വെറുതെ ഒരു പനി വന്നാലേ ഫസ്റ്റ് എടുത്ത് കഴിക്കാൻ ഡോളോ 650 ആയിരിക്കും. ഞാൻ ചെയ്യാറില്ല ഇപ്പൊ. ഞാൻ അതാ ചെയ്യാം, മിക്കപ്പോഴും അങ്ങനെ ചെയ്യാം. ഈ ഡോളോ പോയിട്ട് ഞാനിപ്പം അസിഡിറ്റിയുടെ മരുന്ന് വരെ നിർത്തി. ബിക്കോസ് ലൈക്ക് ഇത് എനിക്ക് മരുന്ന് പേടിയായി. ഇപ്പൊ മരുന്നുകൾ എന്ന് പറയുമ്പോൾ ഞാൻ 27 വർഷം മരുന്നുകൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാന്ന് ആലോചിക്കുമ്പോൾ പോലും സോ സ്കേർഡ്. ബിക്കോസ് ഇതൊരു ഡോക്ടർ പറഞ്ഞത് ജെനറ്റിക്കൽ പ്രോബ്ലം കൂടെയാന്ന് പറഞ്ഞു. ഈ ആൻസൈറ്റി, ഡിപ്രഷൻ ജെനറ്റിക്കൽ പ്രോബ്ലം കൂടെ എനിക്കുണ്ടെന്ന് പറഞ്ഞു. മേ ബി എൻ്റെ അമ്മയ്ക്ക് ആൻസൈറ്റി ഉണ്ടായിരുന്നിരിക്കും. അതിന്റെ ചെറിയ ഇതൊക്കെ എനിക്കറിയാം, പക്ഷെ നോട്ട് ദിസ് മച്ച്. അപ്പം ഇതൊരു ആൻസൈറ്റി ജെനറ്റിക്കലി ഉണ്ടാവുന്നതായിരിക്കും പലർക്കും. ഇപ്പൊ കുട്ടികൾ വരെ മരുന്നുകൾ കഴിക്കുന്നുണ്ട്, മീൻസ് സൈക്കാട്രിസ്റ്റിനെ കാണുന്നുണ്ട്, കഴിക്കുന്നുണ്ട്. ഇപ്പൊ തെറാപ്പീസ് എടുക്കുന്നുണ്ട് എല്ലാരും. തെറാപ്പി ഈസ് ഗുഡ്, തെറാപ്പി ഈസ് നൈസ്. ദ ബെസ്റ്റ് തിങ് ഇസ് ഡു എ കൗൺസിലിംഗ് ആൻഡ് തെറാപ്പി. കാര്യം മരുന്ന് കഴിച്ചാൽ യു വിൽ ഗെറ്റ് അഡിക്റ്റഡ്. കാര്യം ഒരു ഉറങ്ങാനൊരു ഗുളിക കഴിച്ചു തുടങ്ങിയാൽ ആ ഒരു കിക്ക് കിട്ടിയാൽ നമുക്ക് പിന്നെ അങ്ങനെ ഉറങ്ങാനേ തോന്നുള്ളൂ. ദാറ്റ്സ് നോട്ട് നമ്മുടെ ആരുടെയും മിസ്റ്റേക്ക് അല്ല, ദാറ്റ്സ് ഹ്യൂമൻ ബോഡിയുടെ ഒരു ടെൻഡൻസി അതെടുക്കാനുള്ള. ഇറ്റ്സ് ലൈക്ക് കാപ്പിയും ചായയും പോലെയൊക്കെ തന്നെയാണ്. നമുക്കത് വേണം എന്നൊരു ക്രേവിങ് വരുമ്പോൾ അതുണ്ടല്ലോ എന്നെടുത്ത് കഴിക്കും. അങ്ങനെ കഴിച്ചാണ് ഞാനിങ്ങനെ ആയത്. സോ ഇറ്റ്സ് ബെറ്റർ ടു അവോയ്ഡ് മെഡിസിൻസ്. ഐ വിൽ സേ ലൈക്ക് കഴിക്കേണ്ടത് കഴിച്ചേ പറ്റുള്ളൂ. ഇപ്പൊ പ്രഷർ, ഷുഗർ ഇതൊക്കെ കഴിച്ചേ പറ്റുള്ളൂ. ബട്ട് വിത്ത് ലോട്ട് ഓഫ് അതർ തിങ്സ്, ഗെറ്റിംഗ് എൻഗേജ്ഡ് ഇൻ അതർ തിങ്സ് ഓർ ഇറ്റ്സ് നോട്ട് ഈസി. വളരെ പാടാണ്. ഈ പറയാനൊക്കെ ചുമ്മാ ഞാൻ ഇങ്ങനെ പറയുന്നതല്ലാതെ ഞാൻ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. കാര്യം 10 ദിവസം ഞാൻ വിചാരിക്കും ഓക്കെ ഭയങ്കര സംഭവമായിട്ട് മാറുകയാണെന്ന്. പക്ഷെ 11ാം ദിവസം ഞാൻ വളരെയധികം സ്ട്രഗിൾ ചെയ്യും. കാര്യം ഈ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ മരുന്ന് കഴിക്കാതാവുമ്പോൾ അല്ലെങ്കിൽ പലതും നിർത്താൻ നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ ക്രേവിങ്, ഈ എന്താണ് അത് ക്രേവിങ് തന്നെയാണ്. ലൈക്ക് അത് വീണ്ടും വരും. പക്ഷെ അതിൽ നിന്ന് നമുക്ക് ആ ഒരു ദിവസം കടന്നു കിട്ടാൻ, ചിലപ്പോൾ ആ ഒരു ദിവസം കടന്നു കിട്ടിയാൽ നമ്മൾ പിന്നെയും മുമ്പോട്ട് പോകും. പക്ഷെ ആ ദിവസം നമ്മളത് ബ്രേക്ക് ചെയ്താൽ എനിക്ക് അവൈലബിൾ ആണ് മരുന്ന്, ആൽക്കഹോൾ അവൈലബിൾ ആണ്, എവറിത്തിങ് ഇസ് അവൈലബിൾ. ഐ എം നോട്ട് എ കിഡ്. എനിക്ക് എവിടെ പോയാലും എന്തും കിട്ടും. സോ ഇഫ് ഐ സ്വിച്ച് ഓൺ വൺ ഡേ ലൈക്ക് ടു ദാറ്റ്, തീർന്നു എൻ്റെ സ്ട്രഗിളും എൻ്റെ വിൽ പവറും എല്ലാം തീർന്നു. വീണ്ടും ഞാൻ പഴയതിലേക്ക് പോകും. ആ ഒരു ദിവസം ഞാൻ കടക്കാൻ ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട്. 10 ദിവസം അല്ലെങ്കിൽ 15 ദിവസം. പക്ഷെ ഒരു 16ാമത്തെ ദിവസം ഐ ബി ലൈക്ക് എന്തെങ്കിലും എടുത്ത് കഴിച്ചാലോ എന്ന് വിചാരിക്കും. ബിക്കോസ് നമുക്കിത് ഞാനും ഈ വീഡിയോസിൽ പറയുന്ന പോലെ കൂളായിട്ടിരിക്കുക, ഭയങ്കരമായിട്ടിരിക്കുക എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. പക്ഷെ മനുഷ്യന് ഇതൊക്കെ വലിയ പ്രയാസമാണ്. കാര്യം എല്ലാവർക്കും ഓരോ രീതിയിലാണ് അവരുടെ വെപ്രാളവും. ഇപ്പൊ പറയുമ്പോൾ തന്നെ യു മേ ഫീൽ ലൈക്ക് അല്ലേ എന്നും ടെൻഷൻസും കാര്യങ്ങളും ഇല്ലേ. അപ്പം അതിനകത്ത് ഒരു എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരുന്ന ഒരാൾക്ക് പെട്ടെന്ന് അത് കഴിച്ച് മാറ്റാൻ തോന്നും. സോ അത് വല്ലാത്തൊരു സ്ട്രഗിൾ ആണ്. സോ ബെറ്റർ ടു അവോയ്ഡ് മെഡിസിൻസ്. ഞാൻ പറയില്ല, ഞാൻ ഒരു ഡോക്ടറൊന്നും അല്ല. പക്ഷെ എൻ്റെ അനുഭവത്തിൽ നിന്നും
സൈക്കാട്രിക് മെഡിസിൻസ് എസ്പെഷ്യലി ബെറ്റർ ടു അവോയ്ഡ് എല്ലാം. സ്മോക്കിംഗ്, ഡ്രിങ്കിങ്, നമ്മുടെ ബോഡിയെ നമ്മൾ ഹാം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ അറിയുന്നില്ല. ഇപ്പോഴും ഞാൻ പറയുന്നത് ഇതെല്ലാം മാറി വലിയൊരു സംഭവമായിട്ടൊന്നും അല്ല കേട്ടോ. ഞാനിങ്ങനെ വലിയൊരു എന്താണ് ഇങ്ങനെ പുണ്യാവത്തിയായി സംസാരിക്കും അങ്ങനെയൊന്നും അല്ല. ഞാൻ ഇപ്പോഴും സ്ട്രഗിൾ ആയതുകൊണ്ട് ഐ വോണ്ട് ടു ലൈക്ക് കൺവേ ഇതൊരു വല്ലാത്ത സ്ട്രഗിൾ ആണെന്നുള്ളത്. ഇറ്റ്സ് നോട്ട് ഈസി ടു ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ് ഒന്നിൽ പെട്ടുപോയാൽ. സോ ഇറ്റ്സ് ബെറ്റർ ടു അവോയ്ഡ് എന്ന് അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ചേച്ചി ഡ്രിങ്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, ഒരിടയ്ക്ക് ചേച്ചിയുടെ വണ്ടി എന്തോ തട്ടിയിട്ട്. ദാറ്റ്സ് ലോങ് ബാക്ക്. അന്ന് ഞാൻ കുടിച്ചിട്ടില്ലായിരുന്നു. ആ വീഡിയോ ആരും ശ്രദ്ധിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ബിക്കോസ് ഞാൻ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കുടിച്ചു എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. പക്ഷെ അന്ന് ഞാൻ കുടിച്ചിട്ടില്ലായിരുന്നു. അന്ന് ഓപ്പോസിറ്റ് വന്നൊരു കാറിനെ മാറ്റാൻ, മീൻസ് അതിൽ നിന്ന് ഇടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ആക്സിലേറ്ററിൽ, മോസ്റ്റ് ഓഫ് ദ വിമൻ ഡു ഇറ്റ് ഐ തിങ്ക്, പെട്ടെന്ന് കയറി അങ്ങ് ആക്സിലേറ്ററിൽ ചവിട്ടും ബ്രേക്കിന് പകരം. അങ്ങനെ കാർ മറിഞ്ഞു പോയതാണ്. അപ്പൊ ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു ആ സമയമായിരുന്നു. ബിക്കോസ് ഇറ്റ് ഹാപ്പൻഡ് വെൻ ഐ വാസ് 27, അല്ലെ ഒന്നുമല്ല 30 സംതിങ്. അപ്പോഴായിരുന്നു. അപ്പൊ നന്നായിട്ട് മരുന്ന് കഴിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പം അതിന്റെ ഒരു വീഡിയോയിൽ കാണാം. എന്റെ കാർ എന്നാണ് ഞാൻ പറയുന്നത്. കാര്യം അമ്മ തലേ ദിവസം എടുത്ത കാറാ. പുതിയ കാറായിരുന്നു. അപ്പൊ അതിന്റെ ഒരു വെപ്രാളവും മരുന്ന് കഴിക്കുന്നതിന്റെ ആ ഒരു സമയമായിരുന്നു. അപ്പം അന്നുണ്ടായിരുന്ന കാരണം ദാറ്റ് ഡേ ഐ വാസ് നോട്ട് ഡ്രങ്ക്. പക്ഷെ ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് എന്നൊരു വീഡിയോ ആണ്. ഓക്കെ. സോ ചേച്ചി ലൈഫിനെ കാണുന്ന ഒരു രീതി എങ്ങനെയാണ്? സ്ട്രഗിൾ സ്റ്റിൽ ഗോയിങ് ഓൺ. അതൊരു സൈഡില്. കാര്യം ഞാൻ ഒറ്റയ്ക്കാണ് സ്ട്രഗിൾ ചെയ്യുന്നത്. ഇതിനകത്ത് ആർക്കും എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ആരുടെ ലൈഫിലും ആർക്കും പറ്റില്ല. ബിക്കോസ് നമ്മുടെ ഇതാണ് നമ്മൾ എങ്ങനെ പോകണം എന്നുള്ളത്. സോ അതൊരു സൈഡിൽ ഒരു സ്ട്രഗിൾ വലുതായിട്ട് നടക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ ദിവസവും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാനും ദാറ്റ്സ് എ ബിഗ് സ്ട്രഗിൾ. എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുമ്പോൾ ഒരു സ്ട്രഗിൾ അല്ല എൻ്റെത്. പലർക്കും അങ്ങനെ ആയിരിക്കും. എല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും. ഈ കാണുന്ന വീഡിയോസും ഈ കാണുന്ന സംഭവം അല്ലല്ലോ ആരുടെയും ലൈഫ്. എല്ലാവരുടെ ലൈഫിലും എന്തെല്ലാം ടൈപ്പിലുള്ള സ്ട്രഗിൾ ഉണ്ടാവും. ബിക്കോസ് എവറി ഡേ ഐ എം സീയിങ് മെനി പീപ്പിൾ ലൈക്ക് ഇത്രയും കഷ്ടപ്പെടുന്നവരെ. ഞാനൊന്നും ഒന്നും അല്ലെന്ന് തോന്നും. സോ ദാറ്റ് ഈസ് ദെയർ. ബട്ട് ഐ എം ടോട്ടലി ഫോക്കസിങ് ഓൺ മൂവീസ് ഒരു സൈഡിൽ. എനിക്ക് എന്തൊക്കെയോ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. ഇപ്പൊ മീറ്റ് ചെയ്യാറുണ്ടോ ആൾക്കാരെ? ഇപ്പൊ ഞാൻ മീറ്റ് ചെയ്യാറുണ്ട് ആൾക്കാരെ. ചാൻസസ് ചോദിക്കാറുണ്ട്. ബിക്കോസ് ഞാൻ പറഞ്ഞു ചാൻസ് ചോദിക്കാതെ എന്നാൽ നമ്മുടെ ആവശ്യമൊന്നും ഇല്ലല്ലോ. നമ്മുടെ ആവശ്യം ആർക്കും ഇല്ല, നമുക്കല്ലേ ആവശ്യം. സോ ഞാൻ ചാൻസ് ചോദിക്കാറുണ്ട്. എനിക്ക് അത് മടിയില്ല ചോദിക്കാൻ ഇപ്പോ. ആൻഡ് ഐ കോൾ പീപ്പിൾ, ഐ മെസ്സേജ് പീപ്പിൾ, ഐ അറ്റൻഡ് ഫങ്ഷൻസ്. ലൈക്ക് ദാറ്റ്സ് എ മേജർ ചേഞ്ച് ഇൻ മീ. അതൊരു സൈഡിൽ നടക്കുന്നു. പിന്നെ എന്നെ ഓക്യുപ്പൈഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ യോഗ പണ്ടേ ചെയ്യും. അമ്മ ഫിസിക്കലി കുറച്ച് ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് ഇതൊക്കെ ചെയ്യാൻ യോഗ ചെയ്യും. ആൻഡ് ഐ ട്രൈ ടു റിയലൈസ് ദിസ് ഇസ് ലൈഫ്. ഇതൊക്കെയാണ്. പിന്നെ ഞാൻ ഈ സ്റ്റിച്ചിങ്, എൻ്റെ ഈ തുണിയുടെ സംഭവങ്ങൾ ചെയ്യും. മോസ്റ്റ്ലി ഐ ട്രൈ ടു ഗെറ്റ് എൻഗേജ്ഡ്. I try to mingle with people now.